PK ലേണിംഗ്സിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ വേൾഡ് ജോഗ്രഫിയുടെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. ആദ്യ 2 ക്ലാസ്സുകളിൽ ഭൂമിയുടെ അടിസ്ഥാന തത്വങ്ങളും ഭൂമിയുടെ ബാക്കി ലോഞ്ചിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും ഒക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂമിയുടെ ആന്തരികമായിട്ടുള്ള, അതായത് ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്, അല്ലെ ഇൻറ്റീരിയർ ആയിട്ട് എർത്ത് എങ്ങനെയാണ്, പിന്നെ എന്താണ് അഗ്നിപർവ്വതങ്ങൾ, ഇതൊക്കെയാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ വീണ, നിങ്ങളുടെ വേൾഡ് ജോഗ്രഫി മിസ്. അപ്പോൾ ഭൂമിയുടെ ഘടന, അതിൽ ഇന്ന് ഏതൊക്കെയാണ് നോക്കുന്നത്? ആന്തരിക പാളികളും അതുപോലെ തന്നെ അഗ്നിപർവ്വതങ്ങളും അല്ലെ വോൾക്കാനുമാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിൽ ആ ഭൂമിയുടെ ഘടന അതാണ് ആദ്യം. ആന്തരിക പാളികൾ എന്ന് പറയുന്നതിൽ എന്താണ്? അത് ഇൻറ്റീരിയർ ആയിട്ട് ഭൂമിയെ പാളികളായിട്ട്, ലെയേഴ്സ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ്? ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭൂമിയുടെ ഉള്ളറയെ പറ്റി പഠിക്കുന്നത്, അല്ലെ? ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഭൂമിയുടെ ഉള്ളറ എന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് പോയി പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഭൂമിയുടെ പുറത്തുള്ള ഭാഗങ്ങൾ, അല്ലെ പുറത്ത് നമ്മൾ ഇമാജിനറി ആയിട്ട് വരയ്ക്കുന്ന ലാറ്റിറ്റ്യൂഡ്സും അല്ലെ രേഖാംശ രേഖകൾ, ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ഒക്കെ പഠിക്കുകയുണ്ടായി. പക്ഷേ ഭൂമിയുടെ ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് നേരിട്ട് പോയി പഠിക്കാൻ പറ്റത്തില്ല, അല്ലെ? നേരിട്ട് പോയി പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് സോഴ്സസ് ഉപയോഗിച്ച്, ചില സ്രോതസ്സുകൾ ഉപയോഗിച്ചാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉള്ളറ നേരിട്ട് കാണാൻ കഴിയാത്തതിനാൽ നേരിട്ടും പരോക്ഷമായി ലഭിക്കുന്ന വിവിധമായ തെളിവുകളെ ആശ്രയിച്ചാണ് നമ്മളിത് പഠിക്കുന്നത്. നേരിട്ടും, അതായത് ഡയറക്റ്റ് കിട്ടുന്ന സോഴ്സസും ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സോഴ്സസും വെച്ചിട്ടാണ് നമ്മുടെ ഭൂമിയുടെ ഉള്ളറ എങ്ങനെയാണെന്ന് നമുക്ക് കിട്ടുന്ന ആ തെളിവുകളിൽ വെച്ചിട്ട് അതിനെ മര്യാദയ്ക്ക് പഠിച്ച്, അല്ലെ അതിനെ ശാസ്ത്രീയമായി പഠിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു എന്താണ് ഭൂമിയുടെ ഉള്ളിലുള്ള അവസ്ഥ, അല്ലെ ഭൂമിയുടെ ഉള്ളിൽ സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, അല്ലെ ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത്, ഈ ലെയേഴ്സ് എല്ലാം എങ്ങനെയാണ് ഫോം ചെയ്തത്, ഓരോ ലെയേഴ്സിൻ്റെ പേര്, ഇവയ്ക്ക് തമ്മിലുള്ള എന്താണ് ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടല്ലേ, അവരുടെ അതിർവരമ്പ് ഏതൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. അതിൽ നമുക്ക് ആന്തരിക പാളികൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? നേരിട്ട് കിട്ടുന്ന സോഴ്സസ്, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള, നേരിട്ട് വിവരം ലഭിക്കുന്ന സ്രോതസ്സുകൾ, ഡയറക്റ്റ് സോഴ്സസും ഉണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സോഴ്സസ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ നമുക്ക് കിട്ടുന്നു, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതിൽ ഒന്നാമത്തതാണ് ഭൂമിയുടെ പുറംഭാഗത്തുള്ളതോ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്നതോ ആയിട്ടുള്ള ശിലകൾ. ഒന്നാമത്തേത് ഏതാണ്? ഭൂമിയുടെ പുറംഭാഗത്തുള്ളതോ ഖനികളിൽ നിന്നും ശേഖരിക്കുന്നതുമായിട്ടുള്ള ശിലകൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ പഠിക്കല്ലേ, ചില റോക്കൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ചില ഖനികളിൽ നിന്ന്, അല്ലെ മൈൻ ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചിട്ട് പഠിക്കാറുണ്ട്. അങ്ങനെ 2 ഡ്രില്ലിംഗ് പ്രോജക്റ്റുകളാണ് ഉള്ളത്. ഡ്രില്ലിംഗ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഡീപ്പ് ഓഷൻ ഡ്രില്ലിംഗ് പ്രോജക്റ്റും ഇൻ്റഗ്രേറ്റഡ് ഓഷൻ ഡ്രില്ലിംഗ് പ്രോജക്റ്റും ആണ് നടത്തിയിട്ടുള്ളത്. അപ്പം മെയിൻ ആയിട്ടുള്ള ഇത് +1 ചാപ്റ്ററിൽ കറക്റ്റ് ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ 2 പ്രോജക്റ്റുകളുടെ പേര്. അപ്പോൾ ഈ ഡ്രില്ല് ചെയ്ത് കിട്ടുന്ന സാധനങ്ങൾ, ഡ്രില്ല് ചെയ്ത് കിട്ടുന്ന നമുക്ക് ഈ ഖനികളിൽ നിന്നൊക്കെ കിട്ടുന്ന ശിലകൾ അല്ലെങ്കിൽ റോക്സ്, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഒരുപാടൊന്നും ഡ്രില്ല് ചെയ്ത് പോകാൻ പറ്റത്തില്ല. നമുക്കൊരു ലിമിറ്റ് വരെ ഡ്രില്ല് ചെയ്യാൻ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിലെ കോല സൂപ്പർ ഡീപ്പ് ബോർ ഹോൾ എന്ന് പറയുന്നത്, അതായത് കോല സൂപ്പർ ഡീപ്പ് ബോർ ഹോൾ എന്ന് പറയുന്നത് റഷ്യയിലെ ആർട്ടിക് മേഖല, ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഹോള്. അത് തന്നെ എത്രയേ ഉള്ളൂ? 12 കിലോമീറ്റർ ആഴം വരെ പോയിട്ടുള്ളൂ. എത്രയാണ്? 12 കിലോമീറ്റർ ആഴം വരെ അത് പോയിട്ടുള്ളൂ. അതേതാണ് കോല സൂപ്പർ ഡീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റഷ്യയിലാണ്. അപ്പോൾ അത്ര വരെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇതെന്ന് പറയുന്നത് ഏത് സോഴ്സാണ്? ഡയറക്റ്റ് സോഴ്സ് നിന്നല്ലേ, ഡയറക്റ്റ് നമുക്ക് നേരിട്ട് പഠിക്കാൻ പറ്റുന്നതിൽ ആദ്യം എന്ന് പറയുന്നത്, അല്ലെ നേരിട്ട് പഠിക്കാൻ പറ്റുന്നതിൽ ആദ്യമാണ് ഭൂമിയുടെ പുറംഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ഖനികളിൽ നിന്നോ മൈൻ ചെയ്തെടുക്കുന്നതോ ആയിട്ടുള്ള ശിലകളാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ അത് ആദ്യത്തെ. അപ്പോൾ എന്താണ് രണ്ടാമത്തെന്ന് പറയുന്നത്? രണ്ടാമത്തേതാണ് അഗ്നിപർവ്വതങ്ങൾ, അല്ലെ അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വോൾക്കാനോയിൽ നിന്നൊക്കെ നമ്മുടെ ശിലാദ്രവം ഉള്ളിൽ നിന്നും ഉരുകി ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പം ഈ അകത്തിരിക്കുന്ന അവസ്ഥയിൽ ഇതിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? മാഗ്മ എന്നാണ് പറയുന്നത്. ഈ മാഗ്മയുടെ സോഴ്സ് എവിടെയാണെന്നൊക്കെ നമ്മൾ അടുത്തിപ്പോൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ മാഗ്മ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ഇതിൻ്റെ സർഫസിൽ, അതായത് എർത്തിൻ്റെ സർഫസിൽ, അതായത് ക്രസ്റ്റിലോട്ട് എത്തിക്കഴിയുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഇതിനെ ലാവ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മാഗ്മയും ലാവയും ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ കിട്ടുന്ന അകത്തു നിന്നും പുറത്തേക്ക് വന്ന മാഗ്മ അല്ലെങ്കിൽ ലാവ, അകത്തു നിന്നുള്ളതും മാഗ്മ, പുറത്തേക്ക് ഇതെത്തുമ്പോൾ ലാവ, ഇത് ഭൂമിയുടെ ഉള്ളറയിൽ നിലനിൽക്കുന്ന താപനില, ഘടന, അതുപോലെ രാസഗുണങ്ങൾ എന്നീ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ കിട്ടുന്ന, അല്ലെ അത് വരുമ്പോൾ ഉടനെ എടുത്തു പോയി പഠിക്കാൻ പറ്റത്തില്ല. അത് വന്ന് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എടുത്തു വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെ ആ ഭൂമിയുടെ ഉള്ളിൽ എത്രത്തോളം ടെമ്പറേച്ചർ ഉണ്ട്, എത്രത്തോളം ഏത് സ്ട്രക്ചറിലാണ് ഇതിരിക്കുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾ കിട്ടും. അപ്പം നമ്മളത് ഡയറക്റ്റ് എടുത്ത് വെച്ചാണ് പഠിച്ചത്. അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള 2 സോഴ്സസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സോഴ്സസുകളുണ്ട്. അപ്പോൾ ഈ ഡയറക്റ്റ് സോഴ്സസിനെയും കാട്ടി നമുക്ക് ഏറ്റവും കൂടുതൽ റിലേ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റുന്നത് നമുക്ക് ഇൻഡയറക്റ്റ് സോഴ്സസിലാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് സോഴ്സസ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് പരോക്ഷമായിട്ട് നമുക്ക് വിവരം ലഭിക്കുന്നത് എന്താണ്, ഇൻഡയറക്റ്റ് ആയിട്ടല്ലേ പരോക്ഷമായിട്ട് വിവരം ലഭിക്കുന്ന സോഴ്സസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനൊരു കാര്യം പറയാം. ആദ്യമേ നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ താഴേക്ക് പോകുമ്പോൾ, എർത്തിൻ്റെ സർഫസിൽ നിന്നും താഴേക്ക് പോകുമ്പോൾ ഒരു കാര്യം ഓർമ്മിച്ച് വെച്ചിരിക്കുക, എല്ലാം കൂടും. എന്താണ്? എല്ലാം കൂടും. ഇപ്പോൾ ടെമ്പറേച്ചർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും ഡെൻസിറ്റി ആണെങ്കിലും താഴേക്ക് പോകുന്നതോറും എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മുന്നേ ഉള്ള എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് ക്രസ്റ്റ്. അപ്പം നമുക്ക് ലെയേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയാം, ആദ്യം ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഭൂവൽക്കവും മാൻറ്റിലും, ഈ ഭൂവൽക്കത്തിനെയും കാട്ടി മാൻറ്റിലിന് ഡെൻസിറ്റി കൂടുതലാണോ, സാന്ദ്രത കൂടുതലാണോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ അത് തെറ്റാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്താണ്, ഭൂവൽക്കം കഴിഞ്ഞിട്ടാണ് മാൻറ്റിൽ വരുന്നത്. അപ്പോൾ മാൻറ്റിലായിരിക്കും അല്ലേ താഴോട്ട് പോകുന്നതോറും എന്താണ് സർഫസിൽ നിന്നും താഴോട്ട് പോകുന്നതോറും എന്താണ് അവിടെ ഡെൻസിറ്റി ആണെങ്കിലും ടെമ്പറേച്ചർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എന്താണ്? കൂടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ആഴം കൂടുന്തോറും താപനില, മർദ്ദം, സാന്ദ്രത വർദ്ധിക്കുന്നു എന്ന വിവരം ഖനികളിൽ നിന്നുള്ള പഠനങ്ങൾ, അതായത് ഖനികളിൽ നിന്നുള്ളത് പഠനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അടുത്തതാണ് ഉൽക്കൾ, മീറ്റിയോഴ്സ്. അതിനെ എടുത്തു വെച്ചിട്ട്, മീറ്റിയോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുമായിട്ട് കുറേ സാമ്യങ്ങളല്ലേ, അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ ഒരുപാട് സാമ്യമുള്ളതാണ്. അപ്പോൾ ആ ഒരു സാമ്യത വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീറ്റിയോഴ്സിനെ എടുത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഭൂമിയോട് സാമ്യമുള്ളതാണ്. അപ്പോൾ ഭൂമിയുടേതായ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഉൽക്കകളെ എടുത്ത് വെച്ച് പഠിക്കുമ്പോൾ അത് ഭൂമിയുടെ തന്നെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. ഇതൊരു ഇൻഡയറക്റ്റ് സോഴ്സാണ്. രണ്ടാമത്തെ സോഴ്സാണ് ഇത് മീറ്റിയോഴ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സോഴ്സാണ് മാഗ്നറ്റിക് സർവേ. ഇത് എർത്തിൻ്റെ മാഗ്നറ്റിക് സർവേയിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുത്ത് പഠിക്കാൻ പറ്റും. നാലാമത്തേതാണ് സീസ്മോളജി, ഭൂകമ്പ പഠനം അല്ലെ. സീസ്മോളജി, ഭൂകമ്പ തരംഗങ്ങൾ. അതായത് നമ്മുടെ ഈ സീസ്മിക് വേവ്സ് ഉണ്ടല്ലോ, അതായത് എർത്ത് ക്വേക്ക് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അതിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വേവ്സ് ഉണ്ട്. ആ തരംഗങ്ങളെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഈ തരംഗങ്ങൾ കടന്നു പോകുന്ന ചില വേവ്സ് ഒക്കെ എന്ത് ചെയ്യും, ഇപ്പം എസ് വേവ്സ് ആണെങ്കിൽ സോളിഡിലൂടെ പോകത്തുള്ളൂ. അതൊക്കെ നമ്മൾ പഠിക്കും. അടുത്തതിൽ നമുക്ക് എർത്ത് ക്വേക്ക് പഠിക്കാനുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു എർത്ത് ക്വേക്കിൻ്റെ വേവ് ഏത് വഴിയൊക്കെ പോകുന്നുണ്ട് അതിൻ്റെയൊക്കെ കുറേ സവിശേഷതകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഭൂമിയുടെ ഉള്ളിൽ എങ്ങനെയാണ്, ലെയേഴ്സിൻ്റെയൊക്കെ സ്റ്റേറ്റ് എങ്ങനെയാണ് എന്നൊക്കെ കുറേ ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഭൂകമ്പ, സീസ്മോളജി എന്ന് പറയുന്നത് നാലാമത്തെ ഇൻഡയറക്റ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ ഇൻഡയറക്റ്റ് സോഴ്സാണ് നമ്മുടെ ഗ്രാവിറ്റി എന്ന് പറയുന്നത്, അല്ലെ ഗ്രാവിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ വിവിധ അക്ഷാംശങ്ങളിൽ എടുത്താലും, അതായത് പല ലാറ്റിറ്റ്യൂഡ്സിൽ എടുത്താലും നമുക്ക് എന്താണ് ഈ ഒരു ഗ്രാവിറ്റിയിൽ എന്താണ് ഒരുപോലെ അല്ല, നമുക്കത് വ്യത്യാസപ്പെട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഭൂമിയുടെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ജിയോയിഡ് അല്ലെ ന്യൂട്ടൺ കണ്ടെത്തിയ ഒബ്ലേറ്റ് സ്പിറോയിഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഭൂമധ്യരേഖയുടെ അല്പം ഇങ്ങനെ പരന്നിരുന്നിട്ട് അല്ലെ മുകൾ ഭാഗം പോൾസ് ഇങ്ങനെ ചപ്പിയിരിക്കുന്ന സ്ട്രക്ചറാണെന്ന് അറിയാം. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സ്ട്രക്ചറാണ്. ഇങ്ങനെ ഇരിക്കുന്ന സ്ട്രക്ചറിനെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രാവിറ്റി നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്, ഈ mm/r² എന്ന് പറയുന്ന ഇതിലോട്ടാണ്, m1m2/r² വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഈ r എന്ന് പറയുന്നത് ഈ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇക്വേറ്ററിലായിരിക്കുമോ പോൾസിലായിരിക്കുമോ അത് ഏറ്റവും കൂടുതൽ വരിക? ഇക്വേറ്ററിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പോൾ r² ആയതുകൊണ്ട് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ ഈ 6 കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? 6 കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? ഡിനോമിനേറ്ററിൽ വരുന്നതായതുകൊണ്ട് തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ 6 കൂടുന്നതിനനുസരിച്ച് ഗ്രാവിറ്റി കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ധ്രുവങ്ങളിൽ, അതായത് ധ്രുവങ്ങളിൽ എന്ന് പറയുമ്പോൾ ഈ സെൻറ്ററിനോട് ഏറ്റവും അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഭൂഗുരുത്വം എന്ന് പറയുന്നത്, ഗ്രാവിറ്റി എന്ന് പറയുന്നത് പോളാർ റീജിയനിലായിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പോൾ ധ്രുവങ്ങൾ ഭൂകേന്ദ്രത്തോട് അടുത്തതായതുകൊണ്ടാണ് ഈ ഒരു ഗുരുത്വാകർഷണ ബലം, അതായത് നമ്മുടെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരുന്നത്. ഇനി ഇക്വേറ്ററിലാവുമ്പോഴത്തേക്കും എന്താണ്, ഇത് ഭൂകേന്ദ്രത്തിൽ നിന്നും അകലെ ആയതിനാൽ ഈ ഒരു ഭൂഗുരുത്വം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഇനി വസ്തുക്കളുടെ പിണ്ഡവ്യത്യാസം മൂലവും ഉപരിതലത്തിൽ ഭൂഗുരുത്വത്തിൽ മാറ്റം, അതായത് പിണ്ഡവ്യത്യാസം എന്ന് പറഞ്ഞാൽ മാസിലുള്ള വ്യത്യാസത്തിലാണെങ്കിലും ഇങ്ങനെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. m1m2/r² ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ വ്യത്യാസമില്ല. അപ്പോൾ ഇങ്ങനെ ഈ വസ്തുക്കളിൽ മാറ്റം വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രാവിറ്റി അനോമലി എന്നുള്ളത്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഒരു റേറ്റ് കാണും, ഇത്ര ഗ്രാവിറ്റി ആണെന്ന്. പക്ഷേ ഇതിൽ നിന്നുമുള്ള ഒരു വ്യതിചലനം നമുക്ക് പല സ്ഥലങ്ങളിലും കാണപ്പെടും. അതായത് ഭൂമിയുടെ ഉള്ളറയിലേക്ക് ചെല്ലുന്ന പഠിക്കുമ്പോഴത്തേക്കും
ഓരോ കാര്യങ്ങൾ എടുത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം കാണാം. അപ്പോൾ അതിനെയാണ് ഗ്രാവിറ്റിയിലുള്ള അനോമലി എന്ന് പറയുന്നത്. ഗ്രാവിറ്റി അനോമലി എന്ന് പറയുന്നത് ആ ഒരു വ്യത്യാസം വരുന്നത് കേട്ടോ. ഇനി നമുക്കറിയാം ഈ ഒരു ഭൂമിയുടെ ഉള്ളറയിലേക്ക് ചെല്ലുമ്പോൾ ഓരോ ലെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. എങ്ങനെയാണ്? പാളികളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ പാളികൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് മെയിൻ ആയിട്ടുള്ള പാളികൾ നോക്കാം. ഏറ്റവും പുറത്തുള്ള ക്രസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്? മാൻഡിൽ. മെയിൻ ആയിട്ടുള്ളതാണ് മാൻഡിൽ, ക്രസ്റ്റ്, മാൻഡിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോറാണ്. അപ്പോൾ ഇതിനെല്ലാം മലയാളം കൂടി നോക്കാം. ഇതാണ് എന്ത്? ഭൂവൽക്കം എന്ന് പറയുന്നത്. ക്രസ്റ്റാണ് ഏതെന്ന് പറയുന്നത്? ഭൂവൽക്കം എന്ന് പറയുന്നത്. മാൻഡിലിന് തന്നെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. കോറിന് എന്താണ്? കോറിന് കാമ്പ് എന്നുള്ള രീതിയിലാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് സബ് ഡിവിഷൻസ് വരും. ഈ ക്രസ്റ്റിനെ തന്നെ നമുക്ക് എന്താണ്? ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും പറയാറുണ്ട് അല്ലെ? വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും പറയാറുണ്ട്. അതിനെന്താണ്? അപ്പർ ക്രസ്റ്റ് എന്നും ലോവർ ക്രസ്റ്റ് എന്നും ആക്കാൻ പറ്റും. എന്താണ്? അപ്പർ ക്രസ്റ്റും ലോവർ ക്രസ്റ്റും. ഇനി മാൻഡിലിനെ ആണെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പർ മാൻഡിൽ എന്നും ലോവർ മാൻഡിൽ എന്നും അല്ലെ? മുകളിലുള്ളതും താഴെയുള്ളതും അപ്പർ മാൻഡിൽ എന്നും ലോവർ മാൻഡിൽ എന്നും നമുക്ക് തരംതിരിക്കാൻ പറ്റും. കോറിനെ ആണെങ്കിലും അതുപോലെ തന്നെ ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും നമുക്ക് തരംതിരിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൽ തന്നെയും എന്താണ്? രണ്ട് ഡിവിഷൻസ് വരും. അപ്പോൾ അത് നമുക്ക് ഈ പിക്ചറിലൊന്ന് നോക്കിക്കേ. ഈ ക്രസ്റ്റിൽ തന്നെ നമുക്ക് നോക്കിക്കേ, ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ട്, കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ താഴെ വരുന്ന മാൻഡിലാണെങ്കിലും നമുക്ക് അപ്പർ മാൻഡിലും ഉണ്ട്, എന്താണ്? ലോവർ മാൻഡിലും ഉണ്ട്. അപ്പർ മാൻഡിലും ഉണ്ട്, ലോവർ മാൻഡിലും ഉണ്ട്. പിന്നെ അതിന് ഉള്ളിലായിട്ട് അല്ലെ സെൻറ്ററിലായിട്ടാണ് നമ്മുടെ കാമ്പ്, കോർ എന്ന് പറയുന്നത്. ഈ കോർ തന്നെ നമുക്ക് എന്താണ്? ഔട്ടർ കോർ എന്നും ഉണ്ട്, ഇന്നർ കോർ എന്നും ഉണ്ട്. രണ്ട് കോറാണ്, ഔട്ടർ കോറും ഇന്നർ കോറും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇതാണ് ലെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഭൂമിയുടെ ഇവിടെയാണ് നമ്മുടെ സർഫസ് എന്ന് പറയുന്നത്. ഈ സർഫസിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഈ എന്താ പറയുക, ഈ ഒരു കോർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സെൻറ്ററിൽ നിന്നും ഇങ്ങനെ ഈ വരയ്ക്കുന്ന ഇതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? റേഡിയസ് അല്ലേ? ആരം എന്ന് പറയാൻ പറ്റും. ഒരു സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ക്രസ്റ്റ് തൊട്ട് ഈ ഇന്നർ കോറ് വരെ ഉള്ള ആ ഒരു നീളം, ആ റേഡിയസ്, എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6370 അല്ലെ? 6370 കിലോമീറ്റർ ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെയാണ്, ഇത്രയും ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ നമ്മുടെ ക്രസ്റ്റിൽ നിന്നും ഈ ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും ഉണ്ട്. ഈ ക്രസ്റ്റിൻ്റെ തന്നെ കുറച്ച് പോർഷൻസ്, അതായത് അപ്പർ മാൻഡിൽ പ്ലസ് കുറച്ച് നമ്മുടെ ക്രസ്റ്റ് അല്ലെ? ക്രസ്റ്റ് പ്ലസ് അപ്പർ മാൻഡിലിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്, ശിലാമണ്ഡലം എന്ന് പറയുന്നത്. എന്താണ്? ശിലാമണ്ഡലം എന്ന് പറയുന്നത്. മാൻഡിലിൻ്റെ അപ്പറുള്ള കുറച്ച് പോർഷൻസും പിന്നെ ക്രസ്റ്റും കൂടെ ചേർന്നിട്ടാണ് ക്രസ്റ്റ് പ്ലസ് അപ്പർ മാൻഡിൽ. എന്താണ്? ക്രസ്റ്റ് പ്ലസ് അപ്പർ മാൻഡിലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ലിത്തോസ്ഫിയർ എന്ന് പറയും. അപ്പോൾ ഇതാണ് ക്രസ്റ്റ് പ്ലസ് അപ്പർ മാൻഡിൽ, ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞ ശിലാമണ്ഡലം എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന് താഴെയായിട്ട് കുറച്ച് മോൾട്ടൺ ആയിട്ടുള്ളൊരു പോർഷൻ, അതായത് മോൾട്ടൺ റോക്സ് ഉള്ള ഒരു പോർഷൻ ഉണ്ട്. അതാണ് ഏസ്തനോസ്ഫിയർ. അതായത് നമ്മുടെ മാൻഡിൽ തന്നെ അപ്പർ മാൻഡിലെ കുറച്ച് പോർഷൻസ് ആണ് ഇത് ഏസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് ലിത്തോസ്ഫിയറിൻ്റെ ഇത് കഴിഞ്ഞ് കുറച്ച് മോൾട്ടൺ ആയിട്ട് വരുന്ന ഒരു പോർഷൻ ഉണ്ട്. അതാണ് ഏസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഏസ്തനോസ് എന്ന് പറഞ്ഞാൽ ദുർബലമായിട്ടുള്ള എന്നൊക്കെ, ഇത് കുറച്ച് മോൾട്ടൺ ആയിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാഗ്മയുടെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉള്ളിൽ നിന്ന് മാഗ്മ വരുന്നു എന്ന് നമ്മൾ പറയുന്നില്ലേ, അതിൻ്റെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് ഈ മോൾട്ടൺ ആയിട്ടുള്ള റോക്ക് മെറ്റീരിയൽസ് എവിടെയാണ് കാണപ്പെടുന്നത്? അപ്പർ മാൻഡിലിൻ്റെ മുകൾ ഭാഗത്ത് ഏസ്തനോസ്ഫിയർ എന്നാണ്. ഏസ്തനോസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കുറച്ച് ദുർബലമായിട്ടുള്ള, വീക്കായിട്ടുള്ള എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ് ഈ ഏസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ മാൻഡിലിൽ തന്നെ നമ്മൾ പറഞ്ഞു അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും ഉണ്ട്. പിന്നെ എന്താണ്? ഔട്ടർ കോറും ഇന്നർ കോറും ഉണ്ട്. ഇനി ഇതൊക്കെ തമ്മിൽ വേർതിരിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ഒരു അതിർവരമ്പ്, അതാണ് നമ്മുടെ ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് പഠിക്കുന്നത്? ടെക്സ്റ്റിലാകെ +1 മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി മാത്രമാണ് ജസ്റ്റ് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ എല്ലാം കൂടി ഒന്ന് പറഞ്ഞു തരാം. അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലെയേഴ്സ് തമ്മിൽ, അതായത് നമ്മുടെ ക്രസ്റ്റും മാൻഡിലും തമ്മിലുള്ളതും മാൻഡിലും കോറും തമ്മിലുള്ളത്, നോക്കിക്കേ, ക്രസ്റ്റും മാൻഡിലും തമ്മിലുള്ളത്, മാൻഡിലും കോറും തമ്മിലുള്ളത്, ഇവ തമ്മിലുള്ള ഇവരുടെ അതിർവരമ്പായിട്ട് വരുന്നത് ഏത് എന്നുള്ളത് നമുക്ക് നോക്കാം. ക്രസ്റ്റും മാൻഡിലും തമ്മിലുള്ളതാണ് ഏതെന്ന് പറയുന്നത്? മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. എന്താണ് മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി? മൊഹറോവിസിക് വിച്ഛിന്നത എന്നൊക്കെ നിങ്ങൾ പറയും. ഇനി നമ്മുടെ മാൻഡിലും കോറും തമ്മിലുള്ളതാണെങ്കിൽ, മാൻഡിലും കോറും തീരെ
തീരുന്ന ആ പോർഷനിൽ അവരുടെ ആ ഡിസ്കണ്ടിന്യൂറ്റി, അവരുടെ അവസ്ഥാന അതിർവരമ്പെന്നൊക്കെ പറയുമ്പോൾ അതിനെയാണ് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി, ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് വിച്ഛിന്നത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള അതിർവരമ്പുകളാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ ലെയേഴ്സ് ആയിട്ട് നോക്കാം. ഇതിൽ തന്നെ ക്രസ്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും കുറവ്, അത് വളരെ ഡെലിക്കേറ്റഡ് ആയിട്ട്. ഇപ്പോൾ നമുക്കൊരു മുട്ടയായിട്ട് ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമിയെ ഒരു മുട്ടയായിട്ട് അതിൻ്റെ വെളിയിലുള്ള നമ്മുടെ ഒരു അവിച്ച മുട്ടയാണെങ്കിൽ അതിൻ്റെ വെളിയിലുള്ള ഒരു പുറന്തോടുണ്ടല്ലോ, അതുപോലെ അത്രയും ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ കുറവായിട്ട് ഒരു 1% മാത്രം, എത്രയാണ് 1% മാത്രം വരുന്നതാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഖരം എന്ന് പറഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള, ഏറ്റവും പുറത്തുള്ള സോളിഡ് ആയിട്ടുള്ള ഭാഗം. അപ്പോൾ ഈ സോളിഡ് ആയിട്ടുള്ള ക്രസ്റ്റും പിന്നെ അപ്പർ മാൻഡിലല്ലേ കുറച്ച് പോർഷനും കൂടെ ചേർന്ന് നമ്മൾ ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ ഒക്കെ പഠിച്ചു. അപ്പോൾ ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഇത്, ശിലാനിർമ്മിതമായ കട്ടിയുള്ള സോളിഡ് സ്റ്റേറ്റിലുള്ള ഭാഗമാണ് ഇത്. ഇനി ഭൂവൽക്കത്തിൻ്റെ കനം എല്ലായിടത്തും ഒരുപോലെ ആകാൻ ചാൻസ് ഇല്ല. ഇത് നമ്മൾ പറഞ്ഞു, ഇതിനെ തന്നെ നമുക്ക് ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും പറയാൻ പറ്റും. അപ്പോൾ വൻകരയും സമുദ്രവും പോലെ. അപ്പോൾ അതിൻ്റെ ക്രസ്റ്റുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സമുദ്ര ഭൂവൽക്കത്തിനാണെങ്കിലോ വൻകര ഭൂവൽക്കത്തിനെ അപേക്ഷിച്ച് കനം കുറവാണ്. അതായത് സമുദ്ര ഭൂവൽക്കത്തിന് എന്തില്ല, വൻകര ഭൂവൽക്കത്തിനെ അപേക്ഷിച്ച് അത്രയും കനമില്ല. കനം വരാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ സമുദ്രത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ വോൾക്കാനോയുടെ ഫലമായിട്ട് പുറത്തു വരുന്ന ലാവ ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ വീതിച്ച് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കട്ടിയൊന്നും ഇവിടെ വരുന്നില്ല. എപ്പോഴും വളരെ യങ്ങായിട്ടുള്ള, ഇതിൽ രണ്ടിലും ഏറ്റവും പ്രായം കുറഞ്ഞത് ഓൾഡസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോണ്ടിനെന്റും, ഏറ്റവും പ്രായം കുറഞ്ഞവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓഷ്യാനിക് ക്രസ്റ്റുമാണ്. ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇതിൽ സമുദ്ര ഭൂവൽക്കത്തിൽ വൻപകട ഭൂവൽക്കത്തിനെ അപേക്ഷിച്ച് കനം വളരെ കുറവാണ്. ഭൂവൽക്കം പ്രധാനമായിട്ടും 2 തരമാണ്. ഞാനത് തുടക്കത്തിലേ പറഞ്ഞു. ഏതൊക്കെയാണ് ആ 2 തരം എന്ന് പറയുന്നത്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് അല്ലെ വൻകര ഭൂവൽക്കം, ഭൂഖണ്ഡങ്ങൾക്ക് കീഴിലുള്ള ഭൂവൽക്കം, അതായത് കോണ്ടിനെന്റ്സിന്റെ കീഴിലുള്ള ഭൂവൽക്കം, കോണ്ടിനെന്റ്സിന്റെ കീഴിലുള്ള ക്രസ്റ്റ്, അതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ വൻകര ഭൂവൽക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കനം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അല്ലേ. കോണ്ടിനെന്റ്സ് ആകുമ്പോൾ കനം കാണും. അതെന്ന് പറയുന്നത് ശരാശരി ഒരു 30 കിലോമീറ്റർ ആണ് വരുന്നത്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹിമാലയ പോലെയുള്ള പർവ്വതങ്ങളെ ഒന്ന് എടുത്ത് നോക്കിക്കുക, അതിന് നല്ല ഹൈറ്റ് വരുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കനം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സാധാരണ ഹിമാലയ പർവ്വത മേഖലകളിലൊക്കെ ഇതിന് എത്രയുണ്ട്? 70 കിലോമീറ്റർ കനമുണ്ട്. എത്രയാണ്? 70 കിലോമീറ്റർ കനമുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പ്രധാന പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളിൽ വൻകര ഭൂവൽക്കം കൂടുതൽ കനത്തിലായിരിക്കും. അത് നമ്മൾ പറഞ്ഞു. ഹിമാലയത്തിൻ്റെ 70 എന്നും പറഞ്ഞു. ഇനി ഇതിൻ്റെ ശരാശരി സാന്ദ്രത ഡെൻസിറ്റി എന്ന് പറയുന്നത് 2.7 ആണ്. 2.7 ഗ്രാം പെർ ഘന സെൻറ്റിമീറ്റർ എന്ന് പറയും. അപ്പോൾ ഈ 2.7 എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡെൻസിറ്റി കുറഞ്ഞൊരു സാധനം പൊങ്ങിക്കിടക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കോണ്ടിനെൻറ്റ്സ് എങ്ങനെയാണ് ഈ വൻകര കിടക്കുന്നത്? ഈ ഓഷന് മുകളിൽ പൊങ്ങി കിടക്കുന്നതായിട്ട് തന്നെ, ഏത് പ്ലേറ്റുകളായിട്ട് ഇങ്ങനെ പൊങ്ങി കിടക്കുന്നതാണ്. അപ്പോൾ അതിനെന്താണ്? ഡെൻസിറ്റി കുറവാണ്. ഇറ്റ് ഈസ് 2.7. എത്രയാണ്? 2.7 ആണ്. ഇനി പ്രധാനമായിട്ടും ഇതിൽ സിലിക്കയും പിന്നെ അതുപോലെ തന്നെ അലൂമിനിയം, അതുകൊണ്ട് തന്നെ ഇതിനെ സിയാൽ എന്ന് അറിയപ്പെടാറുണ്ട്. അപ്പോൾ വൻകര ഭൂവൽക്കത്തിനെ സിയാൽ എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഘടകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സിലിക്ക, അലൂമിനിയം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ലഘു പാറകൾ, അതായത് ഗ്രാനൈറ്റ് മുതലായവയ്ക്കാണ് ഇതിൽ കാണുന്നത്, നമ്മുടെ വൻകര ഭൂവൽക്കത്തിൽ കാണുന്നത്. ഓക്കെ, കോണ്ടിനെന്റൽ ആയിട്ടുള്ള ക്രസ്റ്റിൽ കാണപ്പെടുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളതാണ് ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഓഷ്യാനിക് ക്രസ്റ്റ്? അതായത് സമുദ്രത്തിലുള്ള ഭൂവൽക്കം എന്താണെന്ന് നോക്കാം. സമുദ്രത്തിലുള്ള ഭൂവൽക്കം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വൻകരയ്ക്ക് കീഴിലുള്ള ഭൂവൽക്കമാണെങ്കിൽ അത് കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. കോണ്ടിനെന്റിന് താഴെയുള്ളത് കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഓഷന് താഴെയുള്ളത്, അതിൽ സമുദ്രത്തിന് താഴെയുള്ളത് ഏതാണ്? ഓഷ്യാനിക് ക്രസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കനം എന്ന് പറയുന്നത് വളരെ കുറവാണ്. 5, മറ്റത് 30 ആണെങ്കിൽ ഇതൊരു 5 തൊട്ട് 10 വരെയുള്ള ഒരു കിലോമീറ്റർ വരെ ഇതിൽ വരുന്നുള്ളൂ. പ്രധാനമായിട്ടും ഇതിൻ്റെ ഡെൻസിറ്റി, നമുക്ക് നേരത്തെ ഇത് 2.7 നമ്മൾ പഠിച്ചു അല്ലെ. കോണ്ടിനെന്റിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2.7, ഡെൻസിറ്റി കുറഞ്ഞതാണ്, പൊങ്ങി കിടക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് 2.7 ആണെങ്കിൽ ഇത് 3 ഗ്രാം പെർ ഘന സെൻറ്റിമീറ്റർ ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സമുദ്ര ഭൂവൽക്കത്തിൻ്റെ, അതായത് ഓഷ്യാനിക് ക്രസ്റ്റിൻ്റെത്. ഓക്കെ, ഇതിന് നമ്മൾ നേരത്തെ സിയാൽ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണെങ്കിൽ സീമയാണ്. സീമ, കടൽത്തറ, സീമ, അതായത് സിലിക്കണും മഗ്നീഷ്യം ആണ്. ഏതാണ്? സിലിക്കണും മഗ്നീഷ്യം. മറ്റേ സിലിക്കയും പിന്നെ എന്താണ്? അലൂമിനിയം. അപ്പോൾ സിലിക്ക, അലൂമിനിയം, ഇത് സിലിക്ക, മഗ്നീഷ്യം. അപ്പോൾ അത്രയാണ് ഓഷ്യാനിക് ക്രസ്റ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്.
അപ്പോൾ അതോടെ ക്രസ്റ്റിൻ്റെ 2 ലെയേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓഷ്യാനിക് ക്രസ്റ്റും അതുപോലെ തന്നെ കോണ്ടിനെൻ്റൽ ക്രസ്റ്റും. ക്രസ്റ്റിനെ പ്രധാനമായിട്ടും 2ആയി തിരിക്കാമെന്ന് പറഞ്ഞു, അത് പഠിച്ചു. ഇനി നമ്മൾ പോകുന്നത് എവിടെയാണ്? അതൊരു 1% ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതിൽ മേജർ ആയിട്ടുള്ള പോർഷൻസ്, ഇതിൽ ഏറ്റവും കൂടുതൽ പോർഷൻ വരുന്നത് ഏതാണെന്ന് അറിയാമോ? അത് നമ്മുടെ മാൻഡിലാണ്. ഈ മാൻഡിലിന് തന്നെ മീസോസ്ഫിയർ എന്ന് പറയാം. അത് ഈ മീസോസ്ഫിയർ എന്ന് പറയുന്നത് SCERT ചാപ്റ്റേഴ്സിലൊന്നും ഇല്ല. ഇത് ഒരു ഇടയ്ക്കൊക്കെ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രം, അതായത് നമ്മുടെ GC ലിയോങ് പോലെയുള്ള ടെക്സ്റ്റിലൊക്കെ കിടക്കുന്നത് കൊണ്ടാവാം, ഇപ്പോൾ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിച്ചത് കൊണ്ട് മാത്രം ഞാനിത് ഇൻക്ലൂഡ് ചെയ്തത്. മാൻഡിലിനെ തന്നെ നമുക്ക് മീസോസ്ഫിയർ എന്നും പറയും കേട്ടോ. എന്താണ് മീസോസ്ഫിയർ? ശ്രദ്ധിക്കുക, ഇതെന്ന് പറയുന്നത് ഒരു 83% വരും. അപ്പോൾ അതിൻ്റെ ഏറ്റവും മേജർ പോർഷൻ, അതായത് എർത്തിൻ്റെ ഇൻറ്റീരിയർ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് 83% വരുന്നത് ഏതാണ്? മാൻഡിലാണ്. ക്രസ്റ്റിന് താഴെയുള്ള മാൻഡിലാണ്. അപ്പോൾ നമ്മൾ നോക്കി, ഇതിൽ തന്നെ നമുക്കറിയാം ഭൂവൽക്കത്തിന് താഴെ മൊഹോ പരിവർത്തന മേഖല, അതായത് മൊഹോ ഡിസ്കണ്ടിന്യൂറ്റി ആരംഭിച്ച് 2900 കിലോമീറ്റർ, അതായത് നമ്മുടെ ഭൂവൽക്കം, അതായത് ക്രസ്റ്റും അതുപോലെ തന്നെ മാൻഡിലും, ഈ ക്രസ്റ്റും മാൻഡിലിനും ഇടയിലുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഈ ക്രസ്റ്റും മാൻഡിലിനും ഇടയിലുള്ള ഈ നമ്മുടെ ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മൊഹ്റോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ഈ ഡിസ്കണ്ടിന്യൂറ്റി തൊട്ട് ഒരു 2900 കിലോമീറ്റർ ആഴം വരെ വ്യാപിച്ച് കിടക്കേണ്ടത്, ഏകദേശം 83%. അപ്പോൾ 83% വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു പാളിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം, ലിത്തോസ്ഫിയർ അല്ലെ. ഭൂവൽക്കം അതായത് ക്രസ്റ്റ് പ്ലസ് അപ്പർ മാൻഡിലാണ്, അത് പറഞ്ഞു അല്ലേ, ക്രസ്റ്റ് പ്ലസ് അപ്പർ മാൻഡിലാണ് ലിത്തോസ്ഫിയർ. ഇതിന്റെ ഖനം എന്ന് പറയുന്നത് 10 മുതൽ 200 കിലോമീറ്റർ വരെയാണ്. എത്രയാണ്? 200 കിലോമീറ്റർ. 10 മുകളിൽ നിന്ന് തുടങ്ങി 10 തൊട്ടൊരു 200 കിലോമീറ്റർ വരെയാണ് ഏത് വരുന്നത്? ലിത്തോസ്ഫിയർ വരുന്നത്. അപ്പോൾ സാന്ദ്രത ഭൂവൽക്കത്തേക്കാൾ കൂടുതലാണ്, ഏകദേശം എത്രയാണ്? 3.4. ഞാൻ പറഞ്ഞു, താഴേക്ക് പോകുന്തോറും ഡെൻസിറ്റി അല്ലെ, സാന്ദ്രത കൂടി പോകും. അപ്പോൾ ക്രസ്റ്റിൻ്റെയും കാട്ടിയും എന്തുകൊണ്ടും താഴെ എത്തുമ്പോൾ, അതായത് മാൻഡിലിൽ എന്തായിരിക്കും? ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഇറ്റ് ഈസ് 3.4. എത്രയാണ്? 3.4. അപ്പോൾ ഇത്രയാണ് ഈ മാൻഡിലിൽ നമുക്ക് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വെച്ചിരിക്കേണ്ടത്. ഇത്രയാണ് ഡെൻസിറ്റി താഴോട്ട്, അത് ഇത്ര ഓർമ്മിച്ചാൽ തന്നെ മതി നമുക്ക്. അതായത് ക്രസ്റ്റിൽ നിന്ന് താഴോട്ട് പോകുന്തോറും എന്താണ്? ഡെൻസിറ്റി ആണെങ്കിലും ടെമ്പറേച്ചർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും ഇത് കൂടിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തായാലും ക്രസ്റ്റിൻ്റെയും കാട്ടി കൂടുതലായിരിക്കും താഴെ ഉള്ള ലെയർ ആയിട്ടുള്ള മാൻഡിൽ എന്നുള്ളത്. അത് ഏറ്റവും കൂടുതൽ പോർഷനാണ് വരുന്നത്, 83% മാൻഡിലാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ശിലാമണ്ഡലത്തിന് താഴെ അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന മാൻഡിലിന്റെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഏസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് 400 കിലോമീറ്റർ. അപ്പോൾ ഏസ്തനോസ്ഫിയർ 400 കിലോമീറ്റർ വരെ. മറ്റേ 200 പറഞ്ഞത് നമ്മൾ എവിടെയാ? ലിത്തോസ്ഫിയർ ആണ് പറഞ്ഞത്. അപ്പോൾ ലിത്തോസ്ഫിയറിനും താഴെയായിട്ടാണ് ഏത് വരുന്നത്? ഏസ്തനോസ്ഫിയർ വരുന്നത്. അപ്പോൾ അഗ്നിപർവ്വതങ്ങളിൽ നിന്നുള്ള മാഗ്മയുടെ പ്രഭവ മണ്ഡലം എന്ന് പറയുന്നത് ഏതാണ്? ഈ ആസ്തനോസ്ഫിയർ ആണല്ലേ. എന്ന് പറഞ്ഞു, മാഗ്മയുടെ പ്രധാനമായിട്ടുള്ള സോഴ്സ് അത് തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഏതെന്ന് പറയാൻ പറ്റും? ഏസ്തനോസ്ഫിയർ, അതായത് മാൻഡിലുള്ള ഏസ്തനോസ്ഫിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ ഏസ്തനോസ്ഫിയറിന് താഴെയുള്ള കീഴ്മാൻഡിൽ, അതായത് അപ്പർ മാൻഡിലാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പർ മാൻഡിൽ, അതായത് ക്രസ്റ്റ് പ്ലസ് അപ്പർ മാൻഡിലിന്റെ കുറച്ച് പോർഷൻ ലിത്തോസ്ഫിയർ, അതിന് താഴെയുള്ളതായിട്ടുള്ളത് ഏതെന്ന് പറഞ്ഞു? ഈ ഏസ്തനോസ്ഫിയർ ആണെന്ന് പറഞ്ഞു. ഏസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ഏത് അവസ്ഥയിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആ ഒരു മോൾട്ടോൺ സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞു. ഇനി ഇതിന് താഴെയുള്ള കീഴ് മാൻഡിൽ ഏതാണ്? അപ്പർ മാൻഡിൽ അല്ല, ലോവർ മാൻഡിൽ. ലോവർ മാൻഡിൽ എന്താണ്? സോളിഡ് ആയിട്ടുള്ള ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്താണ്? ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ കീഴ് മാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്? അപ്പർ മാൻഡിൽ അല്ല, ലോവർ മാൻഡിൽ എന്താണ്? ലോവർ മാൻഡിൽ സോളിഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വയ്ക്കുക കേട്ടോ. കാര്യം ഇപ്പോൾ ലേറ്റസ്റ്റ് കിടന്ന എക്സാമുകൾക്കൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ഇവരുടെ ഈ ഒരു സോളിഡിലാണോ ലിക്വിഡിലാണോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ നമുക്കതൊരു ടെൻഷൻ ഇല്ല. അപ്പോൾ ഈ അപ്പർ മാൻഡിലിൻ്റെത് കഴിഞ്ഞു, ഇനി അടുത്ത ലോവർ മാൻഡിൽ എത്തിയപ്പോഴത്തേക്കും അത് സോളിഡ് സ്റ്റേറ്റിലാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിക്കേ. ഈ പിക്ചറിൽ നമുക്ക് ക്രസ്റ്റിൽ തന്നെ കണ്ടോ, ഓഷ്യാനിക് ക്രസ്റ്റ് ഉണ്ട്, കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഉണ്ട്. കണ്ടോ, ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ട്, കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഉണ്ട്. ഇതിൽ താഴെ വരുന്ന പോർഷൻ കണ്ടോ, ലിത്തോസ്ഫിയർ. ഈ ലിത്തോസ്ഫിയറിനും താഴെയായിട്ടാണ് ഏത് വരുന്നത്? നമ്മുടെ ഏസ്തനോസ്ഫിയർ, മാഗ്മയുടെ തന്നെ പ്രധാന സോഴ്സ് ആയിട്ടുള്ള ഏസ്തനോസ്ഫിയർ കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ പിക്ചറിലുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമ്പ്, അതായത് നമ്മുടെ കോറിനെ തന്നെ നമ്മൾ, അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകളിലെല്ലാം ബാരിസ്ഫിയർ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോറിനെ തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ബാരിസ്ഫിയർ എന്ന് പറയാം. ഇത് എത്ര പെർസെൻറ്റേജ് ഉള്ളൂ? വെറും 16%. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഒരു 83% വരുന്ന മാൻഡിൽ തന്നെയാണ്. ഇത് 16% ഉള്ളത്. അപ്പോൾ ഇത് മാൻഡിന് താഴെ കാണപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ
അതായത് ഭൂകമ്പ തരംഗങ്ങളുടെ പഠനമാണ് ഈ കാമ്പിന്റെ ഘടന മനസ്സിലാക്കാൻ സഹായിച്ചത്. അതായത് നമ്മുടെ എർത്ത് ക്വേക്സിൽ നിന്ന് കിട്ടുന്ന വേവുകളെ എടുത്തു വെച്ച് പഠിച്ചു. അതിന്റെ പഠനത്തിൽ നിന്നാണ് നമുക്കിത് മനസ്സിലായത്. ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഈ കോറിന്റെ സ്ട്രക്ചർ. കാര്യം നമുക്കറിയാലോ ഇതിന്റെ ഉള്ളിൽ ഇത്രയും കയറിയപ്പോൾ ഇതിൽ തന്നെ പറയുന്നു 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ സെന്ററിൽ വരുന്നത്. ഒരിക്കലും മനുഷ്യൻ എത്താൻ പറ്റുന്നതല്ലേ? മനുഷ്യന് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാണെങ്കിൽ പോലും എത്താൻ വളരെ ബുദ്ധിമുട്ടുള്ളതല്ലേ, എത്താൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും വലിയ ടെമ്പറേച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോറ് ഏതവസ്ഥയിലാണ് എന്നൊക്കെ ഉള്ളത് പഠിക്കണമെങ്കിൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സോഴ്സിനെ റിലേ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് സോഴ്സാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഭൂകമ്പ തരങ്ങൾ അല്ലേ, സീസ്മിക് വേവ്സ് അല്ലേ. സീസ്മിക് എർത്ത് വേവ്സിൻ്റെ സമയത്ത് രൂപപ്പെടുന്ന ആ തരംഗങ്ങൾ, ആ വേവ്സിലൂടെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ കാമ്പ് എന്ന് പറയുന്നത് തന്നെ പ്രധാനമായിട്ടും നിക്കൽ അതുപോലെ തന്നെ അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്നറിയപ്പെടുന്നത്, നിഫെ ലെയർ, നിഫെ NIFE, നിഫെ എന്ന് അറിയപ്പെടുന്നത്. ഈ കാമ്പിനെ തന്നെ ഇപ്പം നമുക്ക് ക്രസ്റ്റ് മാൻഡിൽ അപ്പർ ലോവർ പറഞ്ഞതുപോലെ തന്നെ ഔട്ടർ കോറും ഇന്നർ കോറും, പുറക്കാമ്പ് അകക്കാമ്പ് എന്നുള്ള രീതിയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് സ്റ്റേറ്റ് നന്നായിട്ട് നോക്കി വെച്ചിരിക്കുക. പുറക്കാമ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ദ്രവാവസ്ഥയിലാണ്, ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. എങ്കിൽ ഉള്ളിലുള്ള ഇന്നർ കോറാണെങ്കിലോ അകക്കാമ്പാണെങ്കിലോ അത് ഖരാവസ്ഥ, അതായത് സോളിഡ് സ്റ്റേറ്റിലാണ് അല്ലേ. സോളിഡ് നമ്മുടെ PYQ സീരീസിൽ ഇതൊരു ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നില്ല. 2020 ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു ഏത്, ഈ സോളിഡ് എന്ന് പറയുന്നത്. അതായത് ഇന്നർ കോറ് ഏതവസ്ഥയിലാണ്, ഇന്നർ കോറ് ഏതവസ്ഥയിലാണ്, സോളിഡ് സ്റ്റേറ്റിലാണ്. ഇനി ഇതിൻ്റെ അകക്കാമ്പിൽ നമ്മുടെ സെൻറ്ററിൽ, അതായത് ഇന്നർ കോറിൽ ഇതിൻ്റെ ചൂടെന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു 5500 ഡിഗ്രി സെൽഷ്യസ്, 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത്രയും ചൂടാണ് എന്ന് പറയുന്നത് നടുക്ക് ഭാഗം അല്ലെ, ഭൂമിയുടെ ഏറ്റവും നടുക്ക് ഭാഗം എന്ന് പറയുന്ന കോറിൽ അത്രയും ടെമ്പറേച്ചർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ലെയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത് നോക്കി. അപ്പോൾ ഇതിൽ തന്നെ ഇതിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് പുറക്കാമ്പിൻ്റെ, അതായത് ഔട്ടർ കോറിലാണെങ്കിൽ 5 ഗ്രാം പെർ ഘന സെൻറ്റിമീറ്ററിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂകേന്ദ്രത്തിൽ അത് എത്ര വരുന്നുണ്ട്, 13 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 6370 ഈ ഒരു ജോഗ്രഫീനെ സംബന്ധിച്ച ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പല ടെക്സ്റ്റുകളിലും പല മെഷർമെൻറ്റ്, ഇപ്പോൾ 6371 ഞാൻ ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ മെയിൻലി ഒരു SCRTയിലൊക്കെ മെയിൻലി നമ്മൾ ശ്രദ്ധിച്ചാർക്ക് ഏറ്റവും നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്നത് 6370 ആണ്. 6370 എർത്തിൻ്റെ റേഡിയസ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ, അതായത് അത് അങ്ങനെ തന്നെ നോക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇതിൽ നമ്മുടെ ഭൂകേന്ദ്രത്തിലാണെങ്കിൽ എത്രയാണ്, 13 അല്ലെ, 13. മറ്റേതാണെങ്കിൽ 5, അതായത് പുറക്കാമ്പിലാണെങ്കിൽ 5, അതിൻ്റെ സെൻറ്ററിലാണെങ്കിൽ നമുക്കൊരു 13 ഗ്രാം പെർ ഘന സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിലുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓൾക്കാനോസ് ആണ്. എന്താണ് അഗ്നിപർവ്വതങ്ങൾ എന്നുള്ളത്? എന്താണ് ഓൾക്കാനോസ് എന്ന് പറയുന്നത്? അതായത് ഭൗമ അന്തർഭാഗത്ത് നിന്ന് വാതകങ്ങൾ, ചാരം, ശിലാദ്രവം, ശിലാഖണ്ഡങ്ങൾ തുടങ്ങിയ പുറന്തള്ളപ്പെടുന്ന മാർഗ്ഗം, അതായത് ഭൂമിയുടെ ഉള്ളിൽ ഇൻറ്റീരിയറിൽ നിന്ന് ഗ്യാസസ് ആവാം, അല്ലെ ശിലാദ്രവമാവാം, അല്ലെ റോക്കിൻ്റെയൊക്കെ തന്നെ മോൾട്ടൺ സ്റ്റേറ്റിലുള്ളതാവാം. ഈ ഭാഗങ്ങളെല്ലാം വെളിയിലേക്ക് വരുന്നത്, അതായത് വെളിയിലേക്ക് പുറന്തള്ളപ്പെടുന്നത്, ആ ഉള്ളിൽ നിന്നും പുറന്തള്ളപ്പെടുന്നത് എങ്ങനെയാണ്, ഈ വോൾക്കാനോസിലൂടെയാണ്. അപ്പോൾ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ ഫലമായി ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വിവിധമായിട്ടുള്ള നിർമ്മിതികൾ രൂപപ്പെടുന്നു. ഇവയാണ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ വോൾക്കാനോസ് എന്ന് പറയുന്നത്. ഇനി മാഗ്മയുടെ പ്രധാന സോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതാണ്, എസ്തനോസ്ഫിയറിൽ നിന്നാണ്, അല്ലെ മാൻഡിലിൻ്റെ അപ്പർ മാൻഡിലുള്ള എസ്തനോസ്ഫിയറിൽ നിന്നാണ്. ഇനി ഇത് ഉപരിതലത്തിൽ എത്തുമ്പോൾ എങ്ങനെയാണ്, അത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. ഉപരിതലത്തിൽ എത്തുമ്പോൾ ഇതിനെ എന്തെന്ന് അറിയപ്പെടുന്നത്, ലാവ എന്നാണ് ഇതിനെ വിളിക്കപ്പെടുന്നത്. അപ്പോൾ അത്രയും നമ്മൾ നോക്കി. അപ്പോൾ ഓൾക്കാനോസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഓൾക്കാനിസം എന്ന് പറയുന്നത്? പുതിയ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റിലുള്ളതാട്ടോ, പുതിയ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റിലുള്ളതാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഓൾക്കാനിസം, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ. ഓൾക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താ, മാഗ്മയുടെ രൂപീകരണം, അല്ലെ മാഗ്മയുടെ ഫോർമേഷൻ, മാഗ്മയുടെയും മറ്റ് അഗ്നിപർവ്വത വസ്തുക്കളുടെയും ഭൗമോപരിതലേക്കുള്ള ചലനം. മാഗ്മ ആയാലും ബാക്കി ഏത് തന്നെ ആയാലും, ഇപ്പോൾ വോൾക്കാനിക് ആയിട്ടുള്ള ഏതൊരു കാര്യവും എന്താണ് സർഫസിലേക്ക് എങ്ങനെ വരുന്നു, അതിൻ്റെ ചലനം എങ്ങനെയാണ്, ശിലാമണ്ഡലത്തിലെ സുഷിരങ്ങളിലൂടെ, ശിലാമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലിത്തോസ്ഫിയറിലുള്ള ആ ഹോളിലൂടെ ഏതെങ്കിലും ഒരു വിള്ളലുണ്ടാവും, ആ വിള്ളലിലൂടെ അവയുടെ പുറന്തള്ളൽ, അതാണ് നമുക്ക് വോൾക്കാനിസവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി തൽഫലമായി ഉണ്ടാകുന്ന സ്ഫോടനം, അതുപോലെ തന്നെ ലാവാ പ്രവാഹം, മാഗ്മയുടെ ഖരീകരണം, അതായത് മാഗ്മ സോളിഡിഫൈ ചെയ്യുന്നത്, അതുപോലെ വിവിധ ആഗ്നേയ ഭൂരൂപങ്ങളുടെ അല്ലേ, അതായത് ഈ ഭൂരൂപങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പലതായിട്ടുള്ള ലാൻഡ് ഫോംസുകൾ, ഇത് പുറത്ത് വന്നിട്ട് പലതായിട്ടുള്ള ലാൻഡ് ഫോംസുകൾ ഉണ്ടാക്കാറുണ്ട്. ഇത് ചിലപ്പോൾ തന്നെ പുറത്ത് വന്നിട്ട് ഉണ്ടാക്കുന്ന, അതായത് എക്സ്ട്രൂസീവായിട്ട്, അതായത് ഈ മാഗ്മ ലാവയായിട്ട് പുറത്ത് വന്നിട്ട് ഉണ്ടാക്കുന്ന ചില ഭൂരൂപങ്ങളും ഉണ്ട്. ചിലത് ഉള്ളിലോ ചിലപ്പോൾ പുറത്ത് വന്നിട്ടോ, അതായത് ഇങ്ങ് ക്രസ്റ്റിലോട്ട് എത്തുന്നില്ല, ചിലപ്പോൾ ഉള്ളിൽ വെച്ചിട്ടുണ്ടാക്കുന്ന ഇൻട്രൂസീവായിട്ടുള്ള ലാൻഡ് ഫോംസുകളുണ്ട്. അപ്പോൾ ഇത് പുറത്ത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അത് എക്സ്ട്രൂസീവും, ഉള്ളിലാണെങ്കിൽ അത് ഇൻട്രൂസീവ് ലാൻഡ് ഫോംസ് എന്ന് പറയാം. അപ്പോൾ ആ ലാൻഡ് ഫോംസ് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു.
അപ്പോൾ അതായത് വോൾക്കാനിസം എന്താണെന്നാണ് നമ്മൾ നോക്കിയത്. ഇനി എന്താണ് അഗ്നിപർവ്വത വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാവ, ഉരുകിത്തീരാത്ത ശിലാഖണ്ഡങ്ങൾ, അഗ്നിപർവ്വത ബോംബുകൾ, ചാരം, പൊടിപടലങ്ങൾ, നീരാവി, നൈട്രജൻ സംയുക്തങ്ങൾ, സൾഫർ സംയുക്തങ്ങൾ, ക്ലോറിൻ, ഹൈഡ്രജൻ, ആർഗൺ, ഇങ്ങനെയുള്ള ക്ലോറിനും ഹൈഡ്രജൻ, ആർഗൺ ഇതുള്ള ഗ്യാസസും ഉണ്ട്. ഇപ്പോൾ ഇതുപോലെയെല്ലാം ഉള്ളതിനെ നമുക്ക് എന്താണ് വോൾക്കാനിക് സബ്സ്റ്റൻസസ്, അതായത് അഗ്നിപർവ്വത വസ്തുക്കളെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചിരിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഇത് എപ്പോഴൊക്കെയാണ് അതിൻ്റെ ടൈം, അതായത് ആക്റ്റീവ് വോൾക്കാനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സജീവം, അതായത് സമീപകാലത്ത് റീസെൻ്റ് ആയിട്ട് എന്താണ് അവിടെ എന്തോ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട്, അതാണ് ആക്റ്റീവായിട്ടുള്ള, അതിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന റീസെൻ്റ് ആയിട്ട് പൊട്ടിത്തെറിച്ചിട്ടുള്ള വോൾക്കാനോ ആയിരിക്കും. അപ്പം കരയിലും കടലിൻ്റെ അടിത്തട്ടിലുമായി ആയിരക്കണക്കിന് അഗ്നിപർവ്വതങ്ങൾ ഭൂമിയിൽ. അപ്പം നമ്മൾ കാണാത്തത് ഇപ്പോൾ കരയിലാണെങ്കിൽ നമുക്ക് പിന്നും കാണാൻ പറ്റും, പക്ഷേ എന്താ കടലിൻ്റെ അടിത്തട്ടിലായിട്ട് ആയിരക്കണക്കിനായിട്ടുള്ള അഗ്നിപർവ്വതങ്ങളുണ്ട്. അപ്പം അതാണ് നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റിൽ, അതായത് 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അഗ്നിപർവ്വതങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, വിതരണം എന്ന് പറയുന്നത്. നോക്കിക്കേ, പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നല്ലേ, പസഫിക് തീവലയം നിങ്ങൾ ശ്രദ്ധിച്ചോ, പസഫിക് സമുദ്രത്തിൻ്റെ അത്രയും ആക്റ്റീവായിട്ടുള്ള കുറേ വോൾക്കാനോസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചിരിക്കും, എന്താണ് അഗ്നിപർവ്വതങ്ങളുടെ വിതരണം എവിടെയൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരു പിക്ചറിൽ. അപ്പം ഇനി സ്ഫോടക സ്വഭാവത്തെയും സൃഷ്ടിക്കപ്പെടുന്ന ഭൂരൂപം, അതായത് ഇത് ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസുകളുടെയും അടിസ്ഥാനത്തിൽ അഗ്നിപർവ്വതങ്ങളെ തന്നെ നമുക്ക് ഷീൽഡ് വോൾക്കാനോസ് എന്നോ കോമ്പോസിറ്റ് വോൾക്കാനോ എന്നോ കാൽഡറ എന്നിലേക്ക് തരംതിരിക്കും. ഇതൊക്കെ പല ഇതുണ്ടാക്കുന്ന എങ്ങനെയാണോ ഇത് എന്ത് ചെയ്യുന്ന അത് എന്ത് രീതിയിലാണോ സ്ഫോടനം നടത്തുന്നത്, അത് ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങൾ, അതായത് ലാൻഡ് ഫോംസുകൾ എങ്ങനെയാണ്, അതിനനുസരിച്ചിട്ടാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം ഭൗമോപരിതലത്തിൽ ലാവ പരന്നൊഴുകി അതിവിശാലമായ ബസാൾട്ട് പ്രളയ സമതലങ്ങളും രൂപപ്പെടാറുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ 10ാം ക്ലാസ്സിൽ ഇതിങ്ങനെ ജസ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ, പക്ഷേ ഇതിന് ഇലാബറേറ്റ് ആയിട്ട് നമ്മുടെ +1 ഈ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഷീൽഡ് വോൾക്കാനോസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഷീൽഡ് വോൾക്കാനോസ് എന്ന് പറയുന്നത്? അതായത് ദ്രവ സ്വഭാവമുള്ള ബസാൾട്ട് ലാവയാണ് ഇവയുടെ രൂപീകരണം എന്ന് പറയുന്നത്. ദ്രവ സ്വഭാവം ബസാൾട്ട്, എന്താണ് ബസാൾട്ട്? ഈ ഉയരം കുറഞ്ഞ വിസ്തൃതമായ അഗ്നിപർവ്വതങ്ങളാണ്. സാധാരണ സ്ഫോടനാത്മകത കുറവാണ്. അതായത് ഇതിന് ഈ ഷീൽഡ് വോൾക്കാനോയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണ് ഏതെന്ന് പറയുന്നത് ഷീൽഡ് വോൾക്കാനോ. ഇതിനെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പൊട്ടുന്നത് വളരെ വിരളമായിട്ടേ ഇത് പൊട്ടാറുള്ളൂ. പക്ഷേ ഇതിൻ്റെ ആ ഒരു വെൻറ്റിൽ കൂടി എന്താണ് വാട്ടർ അകത്ത് ചെന്നാൽ, ജലം അകത്ത് ചെന്നാൽ സ്ഫോടനം ഉണ്ടാകും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യമെന്ന്. ഇനി ഉയർന്നു പൊങ്ങുന്ന ലാവയിൽ നിന്നുള്ള ഖരവസ്തുക്കൾ അഗ്നിപർവ്വത മുഖത്ത് നിക്ഷേപിച്ച് ഷീൽഡ് അഗ്നിപർവ്വതങ്ങളുടെ മധ്യഭാഗത്തായിട്ടൊരു കൂന പോലെ ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് സിൻഡർ കോണുകൾ എന്നറിയപ്പെടുന്നത്. ഉയർന്നു പൊങ്ങുന്ന ലാവയിൽ നിന്നുള്ള ഈ ഖരവസ്തുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? അഗ്നിപർവ്വതത്തിൻ്റെ മുഖത്ത് വന്നിങ്ങനെ ഒരു കോൺ പോലെ ആകുന്നുണ്ട്. ആ ഒരു മുഖത്ത് വന്നിട്ട് ഇങ്ങനെ കോൺ പോലെ ആകുന്നതിനാണ് സിൻഡർ കോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് ഷീൽഡ് വോൾക്കാനോസിനെ പറ്റി പഠിക്കാനുള്ളത്. ഇതാണ് ഷീൽഡ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ അഗ്നിപർവ്വതങ്ങൾ എന്നൊക്കെ പറയുന്നതിന് എക്സാമ്പിളാണ് നമുക്കിപ്പോൾ ഹവായി ദ്വീപിലെ അഗ്നിപർവ്വതങ്ങൾ കേട്ടോ. അതിലുള്ള അത് ഷീൽഡ് വോൾക്കാനോസ് ആണ്. എന്താണ്? ഷീൽഡ് വോൾക്കാനോസ് ആണ്. അതിന് വിസ്കോസിറ്റി കുറവാണ്. അതായത് വിസ്കോസിറ്റി കുറവായതുകൊണ്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്താണ് വിസ്കോസിറ്റി കുറയുമ്പോൾ പെട്ടെന്ന് ഒഴുകാൻ പറ്റും. ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അത് ജെന്റിലായിട്ടുള്ള സ്ലോപ്പ് ഏതിന് കാണുള്ളൂ? ഷീൽഡ് വോൾക്കാനോസിന് കാണപ്പെടാറുള്ളൂ. ഇനി അടുത്തതാണ് കോമ്പോസിറ്റ് വോൾക്കാനോ. ആ പേര് പോലെ തന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത സ്വഭാവമാണ്. കമ്പോസിറ്റ് നേച്ചർ എന്നൊക്കെ പറയുമ്പോൾ വ്യത്യസ്ത സ്വഭാവമുള്ള പദാർത്ഥങ്ങൾ കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഈ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബസാൾട്ടിനേക്കാൾ, അതായത് മുന്നേ ഉള്ള ഷീൽഡ് വോൾക്കാനേക്കാളും എന്താണ് ചൂട് കുറഞ്ഞതും കട്ടിയുള്ളതുമായിട്ടുള്ള ലാവയാണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ തീർക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഇതിനെന്താണ് സ്ഫോടനാത്മകം, മറ്റതിന് അങ്ങനെയൊന്നും അത് പൊട്ടിത്തെറിക്കുന്നില്ല അല്ലേ. ജലം ആ ഒരു വെന്റി കൂടി കടന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പൊട്ടിത്തെറിക്കുന്നുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതിന് സാധാരണയായിട്ട് എന്തുണ്ട്? സ്ഫോടനാത്മകത കൂടുതലാണ്. അപ്പോൾ ലാവയോടൊപ്പം ഉരുകാത്ത ശിലാഖണ്ഡങ്ങളും ചാരവും വൻതോതിൽ അഗ്നിപർവ്വത നാളിയുടെ ചുറ്റും പാളികളായി അടിഞ്ഞുകൂടുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്ത സ്വഭാവമുള്ളത് കൊണ്ടാണ് ഈ ഒരു പേരെന്ന് പറയുന്നത് ഏത്? കോമ്പോസിറ്റ് അഗ്നിപർവ്വതം എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ഒരു ലേയേഴ്സ് ആയിട്ട് പാളികളായിട്ടാണ് ഇവിടെ രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ പേരും കോമ്പോസിറ്റ് വോൾക്കാനോ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, ഇതിൻ്റെ നോക്കിക്കേ പിക്ചറുണ്ട്, കോമ്പോസിറ്റ് വോൾക്കാനോയുടെ പിക്ചറുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിസ്കോസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്താണ് ഒഴുകാൻ പറ്റാതെ ഇങ്ങനെ തന്നെ പൊക്കം കൂടി വരുന്നൊരു സാധനമാണ് കോമ്പോസിറ്റ് വോൾക്കാനോ എന്ന് പറയുന്നത്. അടുത്തതാണ് കാൽഡറ എന്ന് പറയുന്നത്. എന്താണ് കാൽഡറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വിസ്ഫോടകമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങളാണ് അല്ലേ. ഏറ്റവും പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. സ്ഫോടനത്തിലൂടെ വസ്തുക്കൾ നിക്ഷേപിച്ച് വലിയ നിർമ്മിതികൾ എന്താണ് ഇതിൽ ഉണ്ടാകാറില്ല. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതം തകർന്നടിഞ്ഞ് ഒരു ഗർത്തം പോലെയാണ്. എങ്ങനെയാണ് ഒരു ഗർത്തം? കണ്ടോ, ഈ ഒരു ഗർത്തം പോലെ അഗ്നിപർവ്വതം ഇങ്ങനെ പൊങ്ങി മറ്റേതുപോലെ ഇങ്ങനെ പൊങ്ങിപ്പോവുക, ഒരു കോൺ പോലെ അങ്ങനെയൊന്നും പോകുന്നില്ല. ഇതെങ്ങനെയാണ്? ഒരു ഗർത്തം പോലെയാണ് ഉണ്ടാകുന്നത് കാൽഡറ എന്ന് പറയുന്നത്. ഓക്കെ.
അപ്പോൾ അത്രയാണ്. അപ്പോൾ അതിൽ അഗ്നിപർവ്വത മുഖം തകർന്ന് രൂപപ്പെടുന്ന വിശാല ഗർത്തങ്ങളെയാണ് കാൽഡറ എന്ന് പറയുന്നത്. ഇവയുടെ സ്ഫോടന സ്വഭാവം മാഗ്മ അറ വലിയതും ഭൂമിയുടെ ഉപരിതലത്തിന് അടുത്തതുമാണ് സ്ഥിതി ചെയ്യുന്നത് സൂചിപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ എങ്ങനെയാണ് മാഗ്മ അറ എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ്, ഭൂമിയുടെ ഉപരിതലം അതായത് ഭൂമിയുടെ സർഫസിന് ഏറ്റവും അടുത്തുള്ളതായിട്ടും ഇത് കാണും. അതാണ് കാൽഡറ എന്ന് പറയുന്നത്. പിക്ചർ എന്താ നോക്കിക്കേ, ഇതാണ് കാൽഡറ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ് എന്ന് പറയുന്നത്. ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളതാണ്. ഇന്ത്യയിലെ മഹാരാഷ്ട്ര പ്ലേറ്റ്യൂൽ, മഹാരാഷ്ട്ര പീഠഭൂമിയിലുള്ള ഡെക്കാൻ ട്രാപ്പ് മേഖല എന്നൊക്കെ നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. അതാണ് ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ വളരെ ദ്രവ സ്വഭാവമുള്ള, അതായത് ഡെൻസിറ്റി വളരെ കുറഞ്ഞിട്ടുള്ള ബസാൾട്ട് ലാവ വ്യാപകവും അതായത് 100 കിലോമീറ്റേഴ്സോളം അതെന്ത് ചെയ്യും, ഒഴുകി പോകും. അപ്പോൾ ഇങ്ങനെ വലിയ ഒരു ഏരിയയിൽ ഇതങ്ങ് പരക്കും. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലഡ് ബസാൾട്ട് പ്രോവിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ബസാൾട്ട് ലാവപ്പരപ്പുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിലെയുള്ള ഈ ലാവപ്രവാഹങ്ങളുടെ കനം എന്ന് പറയുന്നത് എത്രയാണ്, 50 മീറ്ററിലധികവും വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊരു എക്സാമ്പിൾ നമുക്ക് കാണാം, ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് പറയുന്നത്. അതാണ് ഫ്ലഡ് ബസാൾട്ട്. ഇനി അടുത്താണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്നത്. എന്താണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്നത്? അതായത് സമുദ്രങ്ങൾ, അതായത് നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ഓഷൻസിൻ്റെയും മധ്യഭാഗത്ത് ഏകദേശം 70,000 കിലോമീറ്റർ നീളമുള്ള അഗ്നിപർവ്വത നിരയായിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിരകൾ ഭൂമിയുടെ ടെക്ടോണിക് തട്ടുകളുടെ സന്ധി സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ ആ എഡ്ജസ് ഉണ്ടല്ലോ, അവ ചേരുന്ന സ്ഥലങ്ങളിലായിരിക്കും കാണപ്പെടുന്നത്. ഇനി സമുദ്രപർവ്വത നിരയുടെ ശീർഷഭാഗങ്ങളിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ആവർത്തിച്ച് നടക്കുന്നത്. അപ്പോൾ സമുദ്രപർവ്വത നിരയുടെ സമുദ്രത്തിലുള്ള പർവ്വതങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ശീർഷഭാഗങ്ങളിൽ എങ്ങനെയാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ എന്ത് ചെയ്യും, ആവർത്തിച്ച് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സ്ഫോടനത്തിൽ പുതിയൊരു ഭൂമി പ്രദേശം രൂപപ്പെടുന്നു. അതാണ് നമ്മുടെ സീ ഫ്ലോർ സ്പ്രെഡിങ്ങിന് കാരണമാകുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് അങ്ങനെ ഈ അഗ്നിപർവ്വതം പൊട്ടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള കുറേ ഏതെങ്കിലും ഒരു ഫ്ലോർ പോലെ, അതായത് സീയുടെ അടിത്തട്ടിൽ എന്താണ് സീ ഫ്ലോറിൻ്റെ സ്പ്രെഡിങ്ങിന് ഇത് കാരണമാകുന്നത്. അപ്പോൾ അതാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് വോൾക്കാനോസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജ് ഈ പിക്ചറിൽ നോക്കിക്കേ, ആ 2 പ്ലേറ്റുകളുടെ നടുക്ക് ഭാഗങ്ങളിലായിട്ടായിരിക്കും ഇത് കാണപ്പെടുന്നത്. ഇത് എന്ന് പറയുന്നത് എവിടെയാണ്, നമ്മുടെ ഓഷൻ്റെ അടിയിലായിട്ടാണ് വരുന്നത് കേട്ടോ. സമുദ്രത്തിന് ഉള്ളിലുള്ള അന്തർപർവ്വത നിര അഗ്നി, മിഡ് ഓഷ്യാനിക് റിഡ്ജ് വോൾക്കാനോസ് എന്ന് പറയും. അപ്പോൾ അതാണ് ഇനി നമ്മുടെ ഈ അഗ്നിപർവ്വത ഭൂരൂപങ്ങളിൽ ഇനി പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇൻട്രൂസീവായിട്ട്, അതായത് ഉള്ളിൽ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ അഗ്നിപർവ്വതങ്ങളിലൂടെ മോചിക്കപ്പെട്ട ശിലാദ്രവം തണുത്തുറഞ്ഞ് ആഗ്നേയ ശിലകളായി ഇഗ്നിയസ് റോക്സ് ആണ് രൂപപ്പെടുന്നത്. അപ്പോൾ ശിലാദ്രവം ഉപരിതലത്തിലെത്തിയ ശേഷമോ അല്ലെങ്കിൽ ഭൂവൽക്കത്തിനുള്ളിലോ തണുത്തുറഞ്ഞ് അങ്ങനെ, അപ്പോൾ പ്ലൂട്ടോണിക് റോക്സ് എന്ന് പറയുന്നത്, ഇത് പാതാള ശിലകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടു. അതായത് ഉള്ളിലാണ്, അങ്ങ് ഉള്ളിൽ നമ്മുടെ വാമനെ ചവിട്ടി താഴ്ത്തിയതുപോലെ അങ്ങ് ഉള്ളിലോട്ട് വെച്ച് ഫോം ചെയ്യുന്നത്. അതായത് ആ വാക്കിൽ തന്നെയുണ്ട് ഇൻട്രൂസീവ് ആയിട്ടുള്ള ലാൻഡ് ഫോംസ്, അതായത് ആന്തരമായിട്ടുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതെന്ന് പറയുന്നത് ലാവ ഉപരിതലത്തിൽ തണുത്തുറഞ്ഞാൽ അഗ്നിപർവ്വതജന്യ ശിലകൾ വോൾക്കാനിക് റോക്സ് രൂപപ്പെടും. അപ്പോൾ ലാവ ഭൂവൽക്കത്തിനുള്ളിൽ തണുത്തുറഞ്ഞാൽ എന്തുണ്ടാവും, പ്ലൂട്ടോണിക് റോക്സ്. അപ്പോൾ വോൾക്കാനിക് റോക്സും ഉണ്ട്, പ്ലൂട്ടോണിക് റോക്സും ഉണ്ട്. അപ്പോൾ ഉള്ളിലാണെങ്കിൽ എന്താണ്, പ്ലൂട്ടോണിക് റോക്സ് ഉണ്ടാവും. അപ്പോൾ ഭൂവൽക്കത്തിനുള്ളിൽ തണുത്തുറയുന്ന ലാവ വ്യത്യസ്ത രൂപങ്ങൾ കൈക്കൊള്ളുന്നു. ഈ ശിലാരൂപങ്ങളെ എന്തെന്ന് പറയുന്നത് നമ്മൾ ഇൻട്രൂസീവ് ലാൻഡ് ഫോംസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്, ആന്തരശിലാരൂപങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ആന്തരശിലാരൂപങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു പിക്ചർ ഇതാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാനുള്ളതാണ് ബാത്തോലിത്സ് എന്ന് പറയുന്നത്. ബാത്തോലിത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീമമായിട്ടുള്ള ഇനി ചെറിയ കോഡൊക്കെ വെച്ച് നമുക്ക് പഠിക്കാം കേട്ടോ. അതായത് ഭൂവൽക്കത്തിൻ്റെ അഗാധകളിൽ ഭീമമായ അളവിൽ ശിലാദ്രവം തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ഏറ്റവും വലിയ ആന്തര ശിലാരൂപമാണ് ഏതെന്ന് പറയുന്നത്, ബാത്തോലിത്ത് എന്ന്. അതായത് നമ്മൾ കുളിക്കാനൊക്കെ കയറി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഭീമമായ സമയം വേണം അല്ലേ, ബാത്ത് ചെയ്യാൻ എന്ത് വേണം, നമുക്ക് നല്ല സമയം വേണം. അപ്പോൾ അതുകൊണ്ട് ഭീമമായ അളവിൽ ശിലാദ്രവം ഒരുപാട് വെള്ളവും വേണ്ടേ, അപ്പോൾ ശിലാദ്രവം തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ഏറ്റവും വലിയ ഇതാണ് എന്ന് പറയുന്നത് ബാത്തോലിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിവിസ്തൃതമായതും കിലോമീറ്ററുകളോളം താഴ്ചയിലും രൂപപ്പെടുന്ന ഇവ ഗ്രാനൈറ്റ് ശിലകളാണ്. ഏത് ശിലകളാണ്, ഗ്രാനൈറ്റ് റോക്സുകളാണ്. അപ്പോൾ തുടർച്ചയായ അതായത് അനാവരണ പ്രക്രിയ വഴി ഉപരിതല വസ്തുക്കൾ നീക്കം ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് ഇത് ഉപരിതലത്തിൽ, അതായത് ഡീനൂഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുകളിലുള്ള എർത്തിന്റെ ക്രസ്റ്റിലുള്ള കുറേ പോർഷൻസ് ഇതിന് മുകളിലുള്ളതൊക്കെ എന്ത് ചെയ്യും,
അനാവരണം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മാറ്റപ്പെടുക എന്നൊക്കെ പറയും. ഇപ്പോൾ മുഖത്ത് നിന്ന് ഇപ്പം നമ്മുടെ ഒരു എന്താണ് തുണി ഇങ്ങനെ ഇപ്പോൾ അനാവരണം ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മുകളിലുള്ള കുറേ പോർഷൻസിലുള്ള മണ്ണോ എന്തൊക്കെ മാറ്റം ചെയ്യുക കിടുമ്പോൾ ഇത് മുകളിൽ കാണപ്പെടാൻ പറ്റും, അതായത് വെളിയിൽ കാണുന്നുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ബാത്തോലിസിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ഭീമമായ അളവിലാണ് ഡീനൂഡേഷൻ പ്രക്രിയയോടെയാണ് നമുക്കിതിനെ പുറത്ത് കാണാൻ പറ്റുന്നത് നോക്കുക. അപ്പോൾ ഇത് വിസ്തൃതമായിട്ടുള്ള കിലോമീറ്ററോളം ഗ്രാനൈറ്റ് ശിലകളാണ് രൂപപ്പെടുന്നതെന്നും ഓർത്ത് വെച്ചിരിക്കുക. അതാണ് ബാത്തോലിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ലാക്കോലിത്സ് എന്ന് പറയുന്നത്? അതായത് അഗ്നിപർവ്വതജന്യ മകുടങ്ങൾ പോലെ ഭൂവൽക്കത്തിനുള്ളിൽ രൂപപ്പെടുന്ന ആന്തരിക ശിലാരൂപങ്ങളാണ് ഏതെന്ന് പറയുന്നത്, ലാക്കോലിത്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഭൗമോപരിതലം ലക്ഷ്യമാക്കി നീങ്ങുന്ന ലാവ മാർഗമധ്യേ തണുത്തുറയുന്നതിനാൽ താഴെ നിന്നും കുഴൽ സമാനമായ നാളിയോടുകൂടിയ പരന്ന അടിത്തട്ടുള്ള ലാക്കോലിത്തുകൾ രൂപപ്പെടുന്നു. ഇത് കർണാടക പീഠഭൂമിയിലെ മകുടാകൃതിയിലുള്ള ഗ്രാനൈറ്റ് കുന്നുകളൊക്കെ ഇതിന് എക്സാമ്പിളുകളാണ്. ഏതിന്? ലാക്കോലിത്തിന് എക്സാമ്പിളുകളാണ്. ഇനി എന്താണ് ലാപ്പോലിപ്സും എന്താണ് ഫാക്കോലിപ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഭൗമോപരിതലത്തിലേക്ക് നീങ്ങുന്ന ശിലാദ്രവം ശിലകളിലെ തിരശ്ചീനമായ വിടവുകളിലേക്ക് പ്രവേശിച്ച് തണുത്തുറഞ്ഞ് വ്യത്യസ്ത ആന്തരിക ശിലാരൂപങ്ങൾ രൂപപ്പെടുന്നു. അത് ലാപ്പോലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മൂന്നാമത്തെ ലാപ്പോലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവതലാകൃതിയിൽ, അതായത് കോൺകേവ് ആഗ്നേയ രൂപങ്ങളാണ്, അതായത് അവതലമായിട്ടിരിക്കുന്നതാണ് ലാപ്പോലിപ്സ് എന്ന് പറയുന്നത്. ഇനി ഫാക്കോലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരംഗമായിട്ടുള്ള ഷേപ്പ്, അതായത് അതായത് ഫേക്ക് ആയിട്ടുള്ളവരൊക്കെ ഇങ്ങനെ വളഞ്ഞു പോകുന്നവരായിരിക്കും, ഫേക്ക് ആയിട്ടുള്ളവർ, അതൊന്ന് ഓർമ്മിച്ചാൽ മതി. അല്ലെ, വളഞ്ഞു പോകുന്നവർ ഫേക്കോലിപ്സ് എന്ന് പറയുന്നത്. ഫാക്കോലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർക്ക് ഷേപ്ഡ് ആയിട്ടുള്ള ആഗ്നേയ രൂപങ്ങളായിരിക്കും രൂപപ്പെടുന്നത്. ഓക്കെ, ഇനി എന്താണ് സില്ലുകൾ എന്ന് പറയുന്നത്? അതായത് സില്ലുകൾ എന്ന് പറയുന്നത് സില്ലുകളുമുണ്ട് ഷീറ്റുമുണ്ട്. അതായത് കൂടുതലായി തിരശ്ചീന തലത്തിൽ മാഗ്മ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ആഗ്നേയ രൂപങ്ങൾ കനം കുറവായാൽ അതിനെ എന്തെന്ന് പറയും? ഷീറ്റുകളെന്നും പറയും. കനം കൂടുതലായാൽ അതിനെ നമ്മൾ സില്ലുകളെന്ന് പറയും. അപ്പോൾ കനം കുറഞ്ഞത് ഇപ്പം നമുക്ക് ചൂട് സമയത്താകുമ്പോൾ നമ്മൾ മൂടുന്ന ഷീറ്റ് ഇങ്ങനെ ഓർമ്മിച്ച് വെച്ചേക്കും. അത് വളരെ കനം കുറഞ്ഞതാണെങ്കിൽ അത് ഷീറ്റാണ്. കനം കുറവായാൽ ഷീറ്റും കനം കൂടുതലായാൽ സില്ലുകളെന്ന് ഓർമ്മിച്ച്. അപ്പോൾ ഇത്രയാണ് ഇൻട്രൂസീവ് ലാൻഡ് ഫോംസിൽ മെയിനായിട്ട് നോക്കുന്നത്. ഡൈക്സ് എന്ന് പറഞ്ഞത്, അപ്പം ഇത് പഠിക്കാൻ തന്നെ ഒരു ജസ്റ്റ് ഒരു കോഡ് പറയാം. അതായത് ആൺകുട്ടികളൊക്കെ സ്പൈക്ക് എന്ന് പറയത്തില്ലേ, അതുപോലെ നോക്കിയാൽ ഡൈക്സുകൾ എന്ന് പറയും. അപ്പോൾ എന്താണ്, അതായത് ഭൂവൽക്ക ശിലകളിൽ ലംബദിശയിലുള്ള വിള്ളലുകളിൽ മാഗ്മ കടന്ന് തണുത്തുടർന്ന് ഭിത്തികളെ പോലെ രൂപപ്പെടുന്ന ആന്തരിക ശിലാരൂപമാണ് ഡൈക്കുകൾ എന്ന് പറയുന്നത്. അതായത് പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ സാധാരണ കാണപ്പെടുന്ന ആന്തരിക ശിലാരൂപങ്ങൾ ഇത്തരത്തിൽ രൂപപ്പെടുന്നത്. അപ്പം അതാണ് ഡൈക്കുകൾ എന്നുള്ളത്. ഇങ്ങനെ പൊങ്ങി നിൽക്കുക, ആ ഒരു ഷേപ്പിലായിരിക്കും ഏത് വരുന്നത്, ഡൈക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. ഇതിൽ തന്നെ നമുക്ക് ഓർമ്മിച്ച് വെച്ചിരിക്കാൻ കനം കുറഞ്ഞ മറ്റേ നമ്മുടെ ഷീറ്റ് നോക്കുക, കനം കൂടിയ സില്ല് നോക്കുക. ഓക്കെ, അതായത് ഫേക്ക് ആയിട്ടുള്ളവരിങ്ങനെ വേവി ആകൃതിയിൽ പോകുമെന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിക്ചർ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ആ പിക്ചറിൽ എനിക്ക് തോന്നുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഡൈക്ക് കണ്ടോ, ഡൈക്കുകൾ എങ്ങനെയാണ് നിൽക്കുന്നത്, ഡൈക്ക് കണ്ടോ ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന ഡൈക്കുകളുണ്ട്. ലാക്കോലിപ്സ് ഉണ്ട്. അതായത് ലാപ്പോലിത്തും ലാക്കോലിത്തും തമ്മിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ലാപ്പോലിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മടിയിൽ നമ്മളിങ്ങനെ ഒരു പാത്രം വെച്ചിരുന്ന ആ പാത്രം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിനെ തിരിച്ചു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, ലാക്കോലിത്തായിട്ട് മാറും. അപ്പോൾ അത് അങ്ങനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. സില്ലുകൾ നോക്കിക്കേ, സില്ലുകളുണ്ട്. അതിൽ തന്നെ കനം കുറഞ്ഞതാണെങ്കിൽ ഷീറ്റും കനം കൂടിയതാണെങ്കിൽ സില്ലും ഉണ്ട്. അപ്പോൾ അതൊന്ന് നേരെ നോക്കി വെച്ചിരിക്കുക. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത്. അതായത് ഈ എക്സ്ട്രൂസീവ് ഇൻട്രൂസീവ് ലാൻഡ് ഫോംസുകളൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഇതിന് നമ്മൾ റെഫറൻസ് ആയിട്ട് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് SCERT 7ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററും SCERT 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററും NCERT 11ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററുമാണ് ഉള്ളത്. അപ്പോൾ ഈ നമ്മുടെ മാറി വന്നിട്ടുള്ള 10ാം ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ 11ാം ക്ലാസ്സിൻ്റെ അതേപോലെ കാര്യങ്ങൾ നന്നായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്ക് ഓൾക്കാനം മാത്രമല്ല, ഇനി നമുക്ക് എർത്ത് ക്വേക്സും എല്ലാം പഠിക്കാനുണ്ട്. എർത്ത് ക്വേക്സിൻ്റെ വേവ്സും പിന്നെ അതുപോലെ തന്നെ എന്താണ് പ്ലേറ്റുകളുടെയൊക്കെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്